നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ സമരം വിദേശ എയർലൈനുകൾക്ക് ചാകര. കീശകാലിയായി മലയാളി പ്രവാസികൾ. ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനികൾ 1.5 മാസമുണ്ടാക്കിയ ലാഭം 1000 കോടിയിലേറെ രൂപ. 600 കോടിയോളം മലയാളികൾക്ക് നാട്ടിലെത്താൻ മുടക്കേണ്ടി വന്ന അധികം തുക. വാർത്തകളിലേക്ക് വിശദമായി. എയർ ഇന്ത്യ പൈലറ്റ് സമരം കാരണം ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനികൾ കഴിഞ്ഞ 7 ആഴ്ച ഉണ്ടാക്കിയ ലാഭം ഏകദേശം 1000 കോടി രൂപ. ഇതിൽ 600 കോടിയോളം രൂപ മലയാളികൾക്ക് ഗൾഫിൽ നിന്നും നാട്ടിലെത്താൻ ചിലവാക്കേണ്ടി വന്ന അധിക തുകയാണ്. ആഴ്ചയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒഴിച്ചു നിർത്തിയാൽ ഏകദേശം 2 ലക്ഷത്തോളം സീറ്റുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ളത്. ഇത് ഗൾഫിലെ വിമാന കമ്പനികളും ഇന്ത്യൻ വിമാന കമ്പനികളും പങ്കിടുന്ന സീറ്റാണ്. സമരം ആരംഭിച്ചപ്പോൾ തന്നെ വിമാന ടിക്കറ്റിന്റെ നിരക്ക് ഏകദേശം 500 മുതൽ 750 ദിർഹം വരെ വർദ്ധിച്ചു. അതായത് ആഴ്ചയിൽ 2 ലക്ഷം സീറ്റിൽ ശരാശരി 600 ദിർഹം വെച്ചുണ്ടായ വർധന കണക്കാക്കിയാൽ 12 കോടി ദിർഹം. ഇത് 7 ആഴ്ചത്തേക്ക് കണക്കൂട്ടിയാൽ 84 കോടി. ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമനുസരിച്ച് കൂട്ടി നോക്കിയാൽ ഈ തുക 1302 കോടിയിലെത്തും. 40% ആളുകൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ്. അതിനാൽ അത് കുറച്ച് കണക്കാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം 1000 കോടിക്കടുത്താണ്. ഇതിൽ 60% മലയാളി യാത്രക്കാരായതിനാൽ മലയാളികൾക്കുണ്ടായ നഷ്ടം 600 കോടി രൂപ. ഈ പണം ഒഴുകിയെത്തിയത് സ്വകാര്യ വിമാന കമ്പനികളുടെ പോക്കറ്റിലേക്കാണ്. ഈ വർഷം ആദ്യം നഷ്ടം നേരിട്ട പല വിമാന കമ്പനികളും എയർ ഇന്ത്യൻ സമരത്തോടെ ലാഭത്തിലെത്തി. ഇത് ഗൾഫിൽ നിന്നും നേരിട്ടുള്ള വിമാനത്തിൽ വരുന്നവരുടെ കണക്ക് മാത്രമാണ്. ശ്രീലങ്കൻ എയർലൈൻസ് പോലെയുള്ള വിമാന കമ്പനികളുടെ ലാഭം കണക്കാക്കിയിട്ടില്ല. സമരം ഏറെ ബാധിച്ചത് ഗൾഫ് മേഖലയെയാണ്. കാരണം സ്കൂൾ അടയ്ക്കുന്ന സമയത്താണ് സമരം ഉണ്ടായത്. നേരത്തെ ദുബായിൽ നിന്നും എമിറേറ്റ്സ് എയർലൈൻസിൽ ബിസിനസ് ക്ലാസ്സിന് 4000 ദിർഹത്തിൽ താഴെ കൊടുത്താൽ മതി റിട്ടേൺ ടിക്കറ്റ് കിട്ടും. എന്നാൽ ഇപ്പോൾ എക്കണോമി ക്ലാസ്സിന് വൺ വേക്ക് 2000-ലധികം കൊടുക്കണം. അതും കിട്ടാനില്ല. ബിസിനസ് ക്ലാസ്സിനാകട്ടെ വൺ വേക്ക് 3500 ദിർഹം കൊടുക്കണമെന്നതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രവാസികൾക്ക് ഇത്രയും വലിയ നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവി രാജിവെക്കണമെന്ന് ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.